അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവൻ്റെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആരിലേക്ക്? കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കർത്താവിൻ്റെ മുഖത്തെ നാം ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി നാം ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. നമ്മുടെ മുഖം എപ്പോഴും പ്രകാശതുല്യമായി ഇരിക്കുവാൻ ദൈവം ഇടയാക്കും. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദയ്ക്ക് ഏൽപ്പിക്കത്തില്ല, പരിഹാസത്തിന് ഏൽപ്പിക്കത്തില്ല. നാം തകർച്ചയിലേക്ക് പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവത്തെ നോക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തെ ലക്ഷ്യം വെച്ച്, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച്, ദൈവത്തിൻ്റെ മുഖത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതം അനുഗ്രഹമാക്കി ദൈവം മാറ്റുമെന്നുള്ളതാണ്. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളതാണ് നാം വചനത്തിൽ കേട്ടത്. അവരുടെ മുഖം എപ്പോഴും പ്രകാശം, അതായത് സന്തോഷം നിറഞ്ഞതായിരിക്കും. ദുഃഖം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും ദൈവം. ഒരിക്കലും ദുഃഖിക്കുവാൻ അവരെ ദൈവം അനുവദിക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം അവരുടെ മുഖം ഒരിക്കലും കുനിയുവാനോ, അവരുടെ തല കുനിയുവാനോ, അവരുടെ മുഖത്ത് മാറ്റങ്ങൾ കടന്നു വരുവാനോ, മ്ലാനത കടന്നു വരുവാനോ ഒന്നും ദൈവം അനുവദിക്കുകയില്ല. എത്ര കഷ്ടതയിലൂടെ അവർ കടന്നു പോയാലും അവർ എപ്പോഴും പ്രസന്നതയോടുകൂടി, അതായത് പ്രകാശം നിറഞ്ഞ ഒരു വ്യക്തിയായി തന്നെ അവർ ആയിരിക്കും. കാരണം അവർ ദൈവത്തെയാണ് മുറുകെ പിടിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ് അവരുടെ മേൽ പകർന്നിരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തികൾക്കും അവരുടെ മുഖം ലജ്ജിക്കുവാൻ, അവർ ലജ്ജിക്കുവാൻ ഇടയാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. പിശാചിന് ഒരിക്കലും ദൈവത്തിൻ്റെ തേജസ് അണിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെയും തകർക്കുവാൻ പിശാചിന് സാധിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ആരിൽ മാത്രം പ്രത്യാശ വയ്ക്കണം? കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. യേശു കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. യേശു കർത്താവിൻ്റെ മുഖം നോക്കുന്നവരാണ് ലജ്ജിച്ചു പോകാതെ ഇരിക്കുന്നത്. നിന്ദകൾ കടന്നു വരുമ്പോൾ ആ നിന്ദകളെ ദൈവം മാറ്റി, പലരും നമ്മെ നോക്കി പരിഹസിക്കുവാനും നിന്ദിക്കുവാനും നമ്മെ എങ്ങനെ തകർക്കും എന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവം നമ്മെ മാനിക്കുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുന്ന മക്കളാണെങ്കിൽ ദൈവം അവരെ ഉയർത്തുന്ന നാളുകളായിരിക്കും. അവരുടെ ജീവിതത്തിൽ കഷ്ടത അവർ അനുഭവിക്കുകയില്ല, അവർ വേദന അനുഭവിക്കുകയില്ല. കർത്താവിൻ്റെ തേജസ്സിനാൽ അവരെ സംരക്ഷിക്കുവാനും നിറയ്ക്കുവാനും ഇടയായിത്തീരും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് വഴി നടത്തുന്നതായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ മുമ്പേ പിശാച് പല തന്ത്രങ്ങൾ മെനയുമ്പോഴും ആ തന്ത്രങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പുറത്തു വരുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ മുഖത്തെ നോക്കി കർത്താവിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവ് പകരുവാനിടയായിത്തീരും. അങ്ങനെ പകർന്ന ആ അഭിഷേകത്താൽ സകല പിശാചിൻ്റെ അമ്മിക്കയറുകളെയും നുകത്തെയും തകർക്കുവാൻ തക്കവണ്ണമുള്ളൊരു അഭിഷേകത്തിൻ്റെ ശക്തിയായിരുന്നു കർത്താവ് ആ വ്യക്തികളുടെ ജീവിതത്തിൽ പകരുവാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തികൾക്കും അവരെ തകർക്കുവാൻ സാധിക്കുകയില്ല. ദൈവം എന്താണോ അവരിൽ ആഗ്രഹിക്കുന്നത് അപ്രകാരം പിശാചിനെ ജയിച്ചുകൊണ്ട് അവർക്ക് പുറത്തു വരുവാൻ സാധിക്കും.